Hello everyone, welcome back to our channel Shuttu and Mama. ഇപ്പോൾ സമയം ഏകദേശം 2:30 മണിയായി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എമ്പുരാൻ കാണാൻ പോവാണ്. കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ ടിക്കറ്റ് തപ്പാൻ തുടങ്ങിയിട്ട് എവിടെയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഇന്നത്തേക്ക് 2 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ പോവാണ്. ലൂസിഫറും ഞാൻ തിയേറ്ററിൽ തന്നെയാണ് പോയി കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഓവർ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കോളാവുമോ ഒന്നും അറിയില്ല. പക്ഷെ എന്നാലും അതൊന്ന് തിയേറ്ററായിട്ട് എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരാഗ്രഹം. ഷുട്ട് വരുന്നുണ്ട്, പക്ഷെ അവളെ കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. അവൾ അങ്ങനെ കാണുമൊന്നുമില്ല. എന്താണ് അവിടെ കൊണ്ടുപോയി ചെയ്യാന്നുള്ളതും എനിക്കറിയില്ല. ആക്ച്വലി അവളെ കൊണ്ടുപോയി എന്നെ കാണാൻ സമ്മതിക്കുമോ ഒന്നും അറിയില്ല. പക്ഷെ എന്തായാലും പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അവളെ കുളിപ്പിക്കണം. നമുക്ക് 5:30ക്കാണ് ഷോ. പക്ഷേ ഞാൻ അതിപ്പം തുടങ്ങിയാൽ മാത്രമേ ഒരു 4 മണിക്കെങ്കിലും ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. 4 മണി 4:30 ആകുമ്പോൾ എന്ന് വെച്ചാൽ അവളെ കുളിപ്പിക്കണം, ഞാൻ കുളിക്കണം, അവളെ ഡ്രസ്സ് ചെയ്യിപ്പിക്കണം, ഞാൻ ഡ്രസ്സ് ചെയ്യണം. അതൊക്കെ ഒരു പണിയാണ്. അതുകൊണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. കുട്ടൂൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചു. ഞാൻ ഇപ്പം ഇനി അവളെ കുളിപ്പിക്കാനുള്ള പരിപാടി നോക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ല, എന്തായാലും നേരത്തെ അവളെ ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി വെച്ചാൽ എനിക്ക് സമയത്തിന് റെഡിയായി പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ലേറ്റ് ആകുമ്പോൾ ഒരു ഹറിബറിയാണ്. അതുകൊണ്ട് ഞാൻ പതുക്കെ ഒന്ന് അവളെ കുളിപ്പിച്ച് സെറ്റാക്കാമെന്ന് വിചാരിക്കും. ഇന്നാണെങ്കിൽ പണ്ടാരടങ്ങാനായിരിക്കും. രാവിലെ തന്നെ എനിക്ക് പീരിയഡ്സും ആയി. അയ്യോ, ഒന്നും പറയണ്ട. അതിൻ്റെ ഒരു കളി വേറെ. അപ്പം അതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് മാനേജ് ചെയ്യാൻ കുറച്ച് നേരത്തെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ എവിടെ ചുട്ടു? അങ്ങനെ ഞാൻ ചുട്ടുനെ കുളിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ പെട്ടെന്നൊന്ന് കുളിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇപ്പോൾ 2:30 ആയി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ 3 മണിയാ പറയും. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് പോയിട്ട് കുളിച്ചിട്ട് വരാം. ഓക്കെ, ഞങ്ങൾ സിനിമ കാണാൻ പോകാൻ റെഡിയായി അല്ലേ. ഞാൻ പെട്ടെന്ന് കുളിച്ചു. എല്ലാം സടപടേന്നായിരുന്നു. ഫാനിൻ്റെ സൗണ്ട് ഉണ്ടാവും നിങ്ങൾക്ക്, പക്ഷേ ഓഫ് ചെയ്യാൻ നിവർത്തിയില്ല. വേർത്ത് ഇങ്ങനെ കുളിക്കുന്നുണ്ട്. നമ്മൾ സിനിമ കാണാൻ പോവാ സിനിമ കാണാൻ പോവാ ഫിലിം കാണാൻ പോവാണ് ഇവളെന്തായാലും കാണാനൊന്നും പോകുന്നില്ല. മോസ്റ്റ്ലി വയലൻസ് ആണ് അറിയാം. പക്ഷെ ഇവളെ കൊണ്ടുപോകാതിരിക്കാൻ നിവർത്തിയില്ല. ഇവിടെ ഇരിക്കില്ല ഞാൻ ഇല്ലാണ്ട്. ഇവള് മിക്കവാറും കിടന്നുറങ്ങും. അപ്പൊ എന്തായാലും നമുക്കിനി എന്തായാലും പോകുന്ന വഴി കാണാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം സമയം 4 മണി കഴിഞ്ഞു. 5:30ക്കാണ് ഷോ. നമ്മൾ മെല്ലെ ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എണ്ണ അടിക്കാനെല്ലാം പോണം, മാഹി പോണം. നമ്മൾ ഇറങ്ങി വരും. അപ്പൊ ഓക്കെ, നമുക്ക് പോകുമ്പോ കാണാന്ന് പറ. അങ്ങനെ ഇതാ നമ്മൾ മാഹിയിൽ പോയി എണ്ണ അടിച്ചിട്ട് വേണം പോകാൻ. നമുക്ക് കക്കട്ടിലുള്ള കേമാളിലെ മാജിക് ഫ്രെയിംസിലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. വേറെ എവിടെയും ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും പോവാം. കടലല്ല പൊന്നത്, പാലം. നമ്മൾ എമ്പുരാൻ കാണാൻ പോകുന്നു. എക്സൈറ്റഡ് എമ്പുരാൻ കാണാൻ പറ. എക്സൈറ്റഡാ? എന്താ പിന്നെ അല്ല എക്സൈറ്റഡ് ആണോ ചോദിച്ചു. നിങ്ങൾ ലൂസിഫർ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിനാ? ലൂസിഫർ ഇറങ്ങിയ സമയത്ത് ഞാൻ മാത്രമേ നാട്ടിലുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ പോയിട്ടാണ് കണ്ടേ. പുള്ളി പിന്നെ ഒറ്റയ്ക്ക് എന്തായാലും തിയേറ്ററിൽ പോകാൻ നിൽക്കില്ല. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ആ സമയത്ത് എന്നെ ഷുട്ടില്ലാത്തതുകൊണ്ട് എന്നെ ഷുട്ട് എന്തായാലും കാണൂലല്ലോ. അവള് ലൂസിഫറും കണ്ടിട്ടൊന്നുമില്ല. അവള് സിനിമ അങ്ങനെ കാണാറില്ല. കുറച്ച് സമയം അവള് കോക്കോമെലൻ ഫാനാണ്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് ABCD പറയാം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയാം. അമ്മ ഷുട്ടിന് അമ്മ വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നാലോ? എന്താണ് അഭിപ്രായം? സിനിമ കാണാൻ പോവല്ലേ നമ്മള്. ഷുട്ടിന് അമ്മ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി തരട്ടെ. നീ പറയോ? ഹലോ ഗായ്സ് പറയോ? അപ്പൊ ഓക്കെ, നമുക്ക് പോകെ കാണാം. ഷുട്ടു എങ്ങോട്ടാ പോന്നേ? നമ്മൾ എത്താനായി, പക്ഷെ ഭയങ്കര ബ്ലോക്ക് ഉണ്ട്. മാള് കാണുവാനില്ല. മാളിവിടെ അല്ല.
അങ്ങനെ നമ്മളിവിടെ എത്തി. മാളിൻ്റെ പാർക്കിങ്ങിൽ ഫുള്ള് കംപ്ലീറ്റ് ആണ്. അപ്പോൾ അവർ പുറത്ത് തന്നെ വേറെ പാർക്കിംഗ് ഉണ്ട്, അവിടെ നമ്മൾ വണ്ടി വെക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പം സമയം 5 മണി. ഇനിയിപ്പം നമ്മൾക്ക് ചായ കുടിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ലൈറ്റ് ഓക്കെ. ഇനിയിപ്പം ചായ കുടിക്കാൻ പറ്റുമോ എന്ന് നോക്കണം അല്ലേ ചുട്ടാ? ചുട്ടു ഓൾറെഡി പാലൊക്കെ കുടിച്ച് അയ്യോ സെറ്റാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി വെച്ചിട്ട് കാണാം. നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മാളിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാർക്കിംഗ് വഴി ഇങ്ങനെ ഉള്ളിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മാളിൽ ഇപ്പോൾ ആദ്യമായിട്ടാട്ടോ വരുന്നത്. ഇത് പുതുതായിട്ട് ഇപ്പം അടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്ന മാളാണ്. നെസ്റ്റൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ തിരക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈദിൻ്റെ ദിവസമായിരുന്നു. തിരക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. എന്താ പറയുക, ലിറ്ററലി ആൾക്കാർ തട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയില്ലേ, അങ്ങനെ. അതുപോലെ തന്നെ ഫിലിമിനും ഫുൾ ആളായിരുന്നു. ഞങ്ങൾ പോയ തന്നെ ഒരു സീറ്റ് പോലും കാലില്ലാണ്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഷൂട്ടുള്ളതുകൊണ്ട് നമ്മൾ പ്രീമിയം ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല സുഖമായിട്ട് കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പോപ്കോണും ഇതൊക്കെ വാങ്ങിച്ചു. അവിടെ തന്നെ കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു കോഫി കുടിച്ചു, കുട്ടപ്പൻ ഒരു ചായ കുടിച്ചു. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി കഴിയുമ്പോഴേക്കും ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സിനിമ കാണാൻ കയറി. നമ്മൾ ആക്ച്വലി കുറേ ദിവസം തപ്പിയിട്ടാണ് ഇവിടെയെങ്കിലും നമുക്കൊരു എന്താ പറയുക ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സാധാരണ നമ്മൾ തലശ്ശേരിയിലെ മാജിക് ഫ്രെയിംസിലാണ് പോകാറുള്ളത്, പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഷുട്ടു പിന്നെ കയറി. അപ്പം തന്നെ അവൾ കുറച്ച് പാലൊക്കെ കുടിച്ച് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവളെ അധികം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് അവൾ എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം കൊക്കോമെലൻ വെച്ച് കൊടുത്ത് അങ്ങ് സൈഡാക്കി അവളെ. അങ്ങനെ ഇതാ സിനിമ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൂസിഫർ കണ്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയായിരിക്കും അതിൻ്റെ അത്ര ഒരു ഇതില്ല. പക്ഷേ ആ ഒരു മേക്കിംഗ് ഫുൾ ഓഫ് ആക്ഷനാണ്. പക്ഷേ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. പൃഥ്വിരാജ് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അതിൽ എന്താ പറയുക, അത്രയും പിക്ചർ പെർഫെക്റ്റ് ആയിട്ടായിരുന്നു ഓരോ സീനും ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മൾ ഇൻ്റർവെല്ലായപ്പം ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞ് ആ സിനിമ കഴിഞ്ഞു, പുറത്തിറങ്ങി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യറിൻ്റെ ഓരോ സീനും ബൈജു ചേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെ രോമാഞ്ചം വന്നു ശരിക്കും. ഇപ്പൊ സമയത്തിന് 8:30 ആയിട്ടുണ്ടാവില്ലേ? അങ്ങനെ നമ്മൾ സിനിമ കണ്ടിറങ്ങി. ഒന്നും പറയാനില്ല, പക്ഷെ എനിക്ക് ലൂസിഫർ ആണ് കുറച്ചും കൂടി സ്റ്റോറി അടിപൊളി. ലൂസിഫർ അല്ലേ പോ, ഇതിൻ്റെ അകത്ത് അങ്ങനെ സ്റ്റോറി ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ ഡയറക്ഷൻ ഒന്നും പറയാനില്ല, അടിപൊളി. ഹാറ്റ്സ് ഓഫ് ടു പൃഥ്വിരാജ്. അടിപൊളി വെച്ചാൽ മേക്കിംഗ് ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു കണ്ടിട്ട്. ഇനി അടുത്തും കൂടി വരാൻ വേഗം വന്ന അത്രയും നല്ലതുള്ളൊരു ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് എന്താ പറയാല്ലേ? അടിപൊളി. ഷുട്ടുവിന് ഇഷ്ടായ ഏടാ? ഷുട്ടു ഉറക്കായിരുന്നു ഫുള്ള്, അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റി. കുറച്ച് തരാ കൊക്കോമല പോയില്ലേ? ഇവളെ ആക്ച്വലി നല്ല ഉറക്കായിരുന്നു, പിന്നെ അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റി. ഇല്ലെങ്കിൽ വയലൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ആൾ കാര്യമോ ഇല്ലയോ എന്നുള്ളത്. ഉറങ്ങിയതുകൊണ്ട് ഫുള്ളായിട്ട് എനിക്ക് നല്ല വൃത്തി കാണാൻ പറ്റി. അപ്പോൾ സിനിമേനെ പറ്റിയിട്ടൊന്നും ഇനി പറയാനില്ല, അടിപൊളിയായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നത് നോക്കണം. ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് ഫുഡുണ്ട്, ഞാൻ ഒന്ന് ഷുട്ടൂര് ഫുഡൊക്കെ കൊടുത്തിട്ട് വരാം. ഞാൻ എനിക്ക് എൻ്റെ കാര്യത്തിലേനും പേടി. 4K എടുത്തിട്ട് എനിക്ക് ഇവളൊക്കെ എങ്ങനെയായിരിക്കും സൗണ്ട് എന്ന് അറിയില്ലല്ലോ, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത്ര എനിക്ക് ഇതായിട്ടില്ല. ഓക്കെ, നമ്മൾ പോകുന്ന ഭാഗത്ത് എവിടെയും ഫുഡില്ല, എവിടെയും തുറന്നിട്ടില്ല. നമുക്ക് ഫുഡില്ല, എങ്ങനെയായാലും ഫുഡ് കിട്ടിയാൽ മതി. അങ്ങനെ ഷുട്ടു ഞാൻ ഫുഡെല്ലാം കൊടുത്തൊന്ന് സെറ്റാക്കി. ഇനിയിപ്പോൾ നമുക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കണം. ഇന്ന് പെരുന്നാളായതുകൊണ്ട് എവിടെയും തുറന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ വരുമ്പം നോക്കണം. ഇനിയിപ്പോൾ തപ്പി പോകണം. അപ്പോൾ എന്തായാലും സിനിമ കണ്ടതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ഞാനുള്ളത്. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഭയങ്കര സ്റ്റോറി ഒന്നും ഇല്ലെങ്കിലും ആ ഒരു മേക്കിംഗ് ഭയങ്കര അടിപൊളിയായിരുന്നു, സൂപ്പർ. ഇപ്പം നമ്മളെന്തായാലും ഇനിയിപ്പോൾ ഫുഡിലേക്ക് നീങ്ങട്ടെ. നമുക്ക് കിട്ടുമോ ഫുഡ്? കിട്ടുമോ? ഇല്ലെങ്കിൽ പിന്നെ ഓക്കെ, രമ്യെങ്കിൽ രമ്യ എടുന്നാലും കിട്ടിയാൽ മതി. എനിക്ക് നല്ല ചായ വേണമായിരുന്നു.
തിയേറ്ററിൽ ഒടുക്കത്തെ തണുപ്പായിരുന്നു, ഭയങ്കര AC അല്ലേ? ആ എനിക്ക് കോഫിയും ഇഷ്ടപ്പെട്ടിരുന്നു, നല്ല കോഫിയായിരുന്നു. പക്ഷേങ്കിൽ അവരെ AC ഭയങ്കര ഇപ്പൊ കേട്ടോ. അൽഖ മന്തി റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുന്നു. നല്ല തിരക്കുണ്ട്. ആക്ച്വലി നമ്മൾ രമ്യ ഹോട്ടൽ അന്വേഷിച്ച് വന്നതാണ്, പക്ഷെ രമ്യ പൂട്ടിപ്പോയി ഗൈസ്. രമ്യ ഇന്ന് ഓപ്പൺ ഇല്ല. രമ്യ ഹോട്ടൽ തപ്പി വന്ന് നമുക്ക് രമ്യ ഹോട്ടൽ തുറന്നില്ല ഇന്ന്. അതുകൊണ്ട് നമ്മളിന്ന് അൽഖ മന്തി റെസ്റ്റോറൻറ്റിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ മന്തി സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ഐ എം നോട്ട് എ ബിഗ് മന്തി ഫാൻ, എന്നാലും നോക്കാം. ഇന്ന് ആക്ച്വലി എവിടെയും തുറന്നിട്ടില്ല, അതാണ് മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ എന്തായാലും നമ്മൾ എന്താ ഉള്ളതെന്ന് പോയി നോക്കട്ടെ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അകത്തേക്ക് കയറി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതായതുകൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ക്യൂ ഒക്കെ നിന്നായിരുന്നു. മീൻസ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടായിരുന്നു അവർ സീറ്റ് ഒഴിയുന്നതിനനുസരിച്ച് ഇരുത്തിക്കായിരുന്നു. കുഴപ്പമില്ല, നല്ല ഫുഡാണ് അവിടുത്തെ. അവിടെ മന്തി മാത്രമേ ഉള്ളൂ. അതിന് മുന്നേ ഇവർ കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു സൂപ്പൊക്കെ തന്നു. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, ഞാൻ കുടിച്ചില്ല. പിന്നെ അതുപോലെ ഈ സാലഡ്സും സംഭവങ്ങളൊക്കെ കോംപ്ലിമെൻ്ററി ആണെന്ന് പറഞ്ഞു. മന്തി നല്ല മന്തിയായിരുന്നു. ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ മന്തി എല്ലാം കഴിച്ച് വേറെ ഫുള്ളായി. നമ്മൾ മന്തി കഴിക്കണം എന്ന് വെച്ചിട്ടല്ല വന്നത്, പക്ഷേ ഇവിടെ മന്തി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ മറ്റേ സാധനം എല്ലാം തീർന്നില്ലല്ലേ. ഇവിടെ ബിരിയാണി ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് ബിരിയാണി ഇല്ല. മജ്ബൂസും മന്തിയും വേറെ എന്തൊക്കെയേ ഉള്ളൂ, പക്ഷെ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. ഓൺലി മട്ടൻ മന്തി ആൻഡ് അൽഫാം മന്തി കൈ. അപ്പോൾ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ചുട്ടു വീട്ടിൽ പോകുന്ന പറ. അപ്പോൾ ഓക്കെ, എന്തായാലും നമുക്കിനി വീട്ടിലെത്തിയിട്ട് കാണാം. ഇത് നമ്മൾ വീട്ടിലെത്തി. ഫ്രഷ് ആയിട്ടൊന്നുമില്ല, വന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ എല്ലാം എടുത്തു വെച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവൾക്ക് ഫുഡ് കൊണ്ടുപോയ പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു മൂവി വിശേഷങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു മൂവി. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയൊക്കെയുള്ള വിശേഷം. ദാശുക്ക് ഇവിടെ ഉണ്ട്, ഭയങ്കര കളിയിലാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഇനി ഒന്ന് പോയി ഫ്രഷപ്പ് ഒക്കെ ആവട്ടെ. സമയം ഇപ്പോൾ എന്തായാലും 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കീപ് വാച്ചിങ് മൈ വീഡിയോസ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.